എല്ലാവരേക്കും سيد الكونين ഇതിന്റെ തലല്ല തലല്ല He was born in He's created a type of Islam all over the world. Because the best of all over the world is Islam. May Allah bless all of our Prophet Muhammad sallallahu alaihi wasallam. Assalamualaikum. Because I'm very Assalamualaikum. Assalamualaikum. പുതിയ റബീന്റെ അവസരത്തിൽ നിങ്ങളുടെ സംസാരിക്കുന്നതിൽ അൽഹംദുലില്ലാ അല്ലാഹു സ്തുതി. ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ് കുടുംബബന്ധം. സഹോദരങ്ങൾ, രക്ഷിതാക്കൾ, ബന്ധുക്കൾ എന്നിവരോടുള്ള കുടുംബബന്ധം നിലനിർത്തുന്നത് സാമൂഹിക കടമ മാത്രമല്ല, ഒരു ആരാധന കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അല്ലാഹുവിനെ ആരാധിക്കുക,
അവരോട് യാതൊരു പങ്കുചേർക്കാതിരിക്കുക. അനാഥരോടും രക്ഷിതാക്കളോടും ബന്ധുക്കളോടും നന്മ ചെയ്യുക. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ അവന്റെ മുഖത്തെ ചേർത്തിട്ടുണ്ടെയും ഒരാളുടെ ഉപജീവനം നിലനിർത്താനും ആയുസിൽ അനുഗ്രഹം ആഗ്രഹിച്ചു ഒരാൾ പ്രാർത്ഥിച്ചാൽ അത് അല്ലാഹു കേൾക്കുന്നില്ലേ എന്ന് പറയുന്നത് എന്ന് മറ്റൊരു ഹദീസിൽ കാണും. പ്രിയരെ, ഇന്ന് ചെറിയ തെറ്റിദ്ധാരണകൾ വരെ കുടുംബങ്ങൾ പിരിയാൻ കാരണമാകുന്നു. എന്നാൽ ഇസ്ലാം നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. സ്നേഹിക്കാനും ക്ഷമിക്കാനും സഹായിക്കാനുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ വീടുകളിൽ പരസ്പര സ്നേഹവും ബഹുമാനവും വേണം. മാതാപിതാക്കളെ ആദരിക്കണം. മക്കൾക്ക് ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകണം. പാലിക്കണം. ഞാനൊരു പറയട്ടെ. പാരായണം ചെയ്യണം. തുടങ്ങിയാൽ 10 മിനിറ്റ് കിട്ടും. അങ്ങനെ എന്നും പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. ഇത്രയും പറഞ്ഞ് ഞാൻ എന്റെ കുറച്ച് നിർത്തുന്നു. എന്നാൽ ഒരു കാര്യം ഒരിക്കൽ പഠിക്കട്ടെ. അങ്ങനെ പല ജീവിതം ജീവിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഇങ്ങനെയാണ് മര്യാദകളെ ഉപദേശിക്കാനും സന്മാനത്തിലേക്ക്
കൃഷികൾ അന്വേഷണം ആരംഭിച്ചു. ഒടുവിൽ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ദുള്ളക്ക് ഒരു കുഞ്ഞ് പിറന്നിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ യഹൂദിയയെ നോക്കി ആമിന യഹൂദി കുട്ടിയെ ഇവിടെ തിരിച്ചു പരിവർത്തിക്കുകയും അത് കണ്ട വേളയിൽ അദ്ദേഹം ബോധരഹിതനായി. മോളിൽ കഴിഞ്ഞപ്പോൾ അദ്ദേഹം കുറേശികളോട് ചോദിച്ചു, കുറേശികളെ, നിങ്ങൾ സന്തോഷത്തിനിടെ ആ വീട്ടിലെത്താത്ത മഹാസൗഭാഗ്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, എന്റെ സഹോദരന്മാരെ, നാം ഇത് ആഘോഷിക്കുന്നത് ലോകത്തിന്റെ കാരുണ്യവാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമാണല്ലോ. ഈ ദിനത്തെ നാം നബിദിനം എന്ന് വിളിക്കുന്നു. അജ്ഞതയുടെ ഇരുട്ടിൽ മുങ്ങിയ ഒരു കാലത്താണ് അന്ന് മനുഷ്യരുടെ സ്നേഹം ഇല്ലായിരുന്നു. അത്തരമൊരു സമയത്ത് അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയ സുഹൃത്തുക്കളെ, നാം നബിദിനം ആഘോഷിക്കുന്നത് മാത്രമല്ല, സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പകർന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ എത്തുന്നതാണ് യഥാർത്ഥ ആഘോഷം. നമുക്ക് കള്ളം പറയാതിരിക്കാം, ചെറിയവരെയും വലിയവരെയും സഹായിക്കാം, സ്നേഹിക്കാം. അതാണ് നാം നമുക്ക് നൽകേണ്ട ഏറ്റവും വലിയ സമ്മാനം. അല്ലാഹു നമ്മെ എല്ലാവരെയും നബിയുടെ സുന്നത്ത് പിന്തുടരാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. സംസാരിക്കാൻ കഴിയുന്നില്ല. അതൊക്കെ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ധാരാളം വീടുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതെല്ലാം മറ്റേ കുറച്ച് പ്രസംഗത്തിൽ വിശദീകരിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഏത് പ്രതിസന്ധിക്കാവുന്ന സത്യമാക്കുക പറയാൻ പാടുള്ളൂ. പറയുക മാത്രമല്ല, അവർക്ക് ചെയ്യണമെന്ന് ജീവിതത്തിലും ആവശ്യപ്പെടുകയും അതുകൊണ്ട് തന്നെ അല്ലാതെ ഞാൻ ഒരിക്കലും നമ്മുടെ അടുപ്പിൽ നിന്ന് പറഞ്ഞു, എനിക്കില്ലാത്ത തൊഴിൽ പ്രദേശങ്ങളെ മാറി നിൽക്കാൻ കഴിയില്ല. പ്രഭാതത്തിൽ ഏതെങ്കിലും തെറ്റിൽ മാത്രമേ എനിക്ക് മാറി നിൽക്കാൻ കഴിയൂ. പറഞ്ഞു അഹ്റാബികൾ പറഞ്ഞു, കള്ളം പറയരുത്, നിങ്ങളൊരിക്കലും കള്ളം പറയരുത്. അഹ്റാബിക്ക് സന്തോഷമായി. കള്ളം പറയാതിരുന്നാൽ മാത്രം പറയരുത്, ബാക്കി തെറ്റുകളെല്ലാം ശരിയായ ഒന്ന് കരുതി അയാൾ ശ്രദ്ധിച്ചു. അദ്ദേഹം അടുത്ത ദിവസം മോഷിക്കാമെന്ന ഉദ്ദേശത്തോടെ ഒരു കൃഷിക്ക് പോവുകയായിരുന്നു. അപ്പോൾ നബിമാരുടെ കഥ അയാൾക്ക് ഓർമ്മ വന്നത്. അങ്ങനെ അദ്ദേഹം തങ്ങൾ മോഷിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇല്ലാതെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മോഷിക്കുന്ന പാടി ചെയ്യുമ്പോൾ നബിമാരുടെ കഥ അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. എല്ലാ തെറ്റുകളിൽ നിന്ന് പിന്മാറി സാലിഹായ മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെയാണ് എടുത്ത പ്രവാചകൻ അനുയായികളെ ഉപദേശിച്ച് സന്മാർഗത്തിലേക്ക് നയിച്ചെടുത്തത്. നാം എല്ലാവരും നിരക്കിലേക്ക് പിൻപറ്റി ജീവിക്കാൻ ഒന്ന് പറഞ്ഞില്ലാതെ കുറച്ച് പ്രശ്നങ്ങൾ
Alhamdulillah, assalatu wassalamu ala ashrafil rasulina wa ala alihi wa sahbihi ajma'in. ഏറ്റവും ആദരവ് നിറഞ്ഞ ഉസ്താദുമാരെ, കൂട്ടുകാരെ, രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. പ്രിയരെ, ഈ ലോകമെമ്പാടും സന്തോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ നിങ്ങളുടെ മുമ്പിൽ നിന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ സാധിച്ചതിൽ ഞാൻ ആദ്യമായി അല്ലാഹുവെ വളരെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മോചിതത്താണല്ലോ പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നാം എന്നും പാരായണം ചെയ്യണം. അതിൽ നിന്ന് ഒരു സംഖ്യത്ത് ഓതിയാൽ 10 പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് നാം എന്നും ഖുർആൻ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നും ഖുർആൻ ഓതുന്നതിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. നടന്നു പോകുമ്പോൾ അപ്പത്തേനെ കാണുകയായിരുന്നു. നാട്ടുകാരെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അപ്പത്തേക്ക് സുഖമില്ല എന്ന്. അപ്പത്തെ കാണാൻ പോയി. ആ വൃദ്ധ പറഞ്ഞു, ഞാൻ എത്ര നോവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു, സുഖം സംസാരിക്കാൻ കച്ചവടം ചെയ്യുന്ന ഒരു യുവതി ഉണ്ടായിരുന്നു.
ഇതോടുകൂടെ ജൂനിയർ വിഭാഗത്തിന്റെ പ്രശ്ന മത്സരം അവസാനിച്ചിരിക്കുന്നു. അടുത്തതായി വേദിയിലിറങ്ങി വരുന്നത് ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ സംഘഗാന മത്സരമാണ്. മത്സരാർത്ഥികൾ സജ്ജീകരിക്കേണ്ടതാണ്. ഉസ്താദുമാരോട് ചോദിക്കാതെ പുറത്തേക്ക് പോകരുത് പറഞ്ഞു. സാഫല്യത്തിൽ ജന്നത്തുറപ്പാ നിത്യം നീ പാത തുറന്നു സത്യമനസ്സിൽ ശത്രുമനസ്സിൽ നന്മയുണർന്നു നിത്യം നീ പാത തുറന്നു ശത്രുമനസ്സിൽ നന്മയുണർന്നു ഉത്തം തീരി സഞ്ചര ഖലീഫ അബൂബക്കർ
ആരും കൊതിക്കും മരണം മാതൃ ചരിത്രമുണ്ട് അടിമപ്പുറസൂല് പുണർന്ന് അങ്ങനെ നീക്കിയ വഴികൾ കണ്ട് ധീരനേരം ശക്തിയിലെത്ര കണ്ട് മറുവിരൽ ഹത്താവിന്റെ സാക്ഷ്യം നീങ്ങി നടക്കുന്നുണ്ട് ആരും കൊതിക്കും മരണം മാതൃ ചരിത്രമുണ്ട് അടിമപ്പുറസൂല് പുണർന്ന് അങ്ങനെ നീക്കിയ വഴികൾ കണ്ട് ധീരതയാൽ ആനന്ദമായ
Assalamualaikum. Nabiye, 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 nabiye. जिनसे तुम्हारा यहाँ तेरा, तेरा नंजिल से तुम्हारा यहाँ तेरा, नबिये नबिये, मुझे तो नबिये नबिये, नबिये नबिये, मुझे तो नबिये नबिये. മധുരത്തെ പൂജോല മധുരത്തെ പൂജോല അവതാരങ്ങളെ നബിയേ നബിയേ മുझे सब नबिये 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 मुझे सब नबिये नबिये. अस्सलाम वालेकुम. ആദരത്തോടെ മണന്നെ ആവചനം ഹൃദയത്തിൽ വെളിച്ചമായി പാരിലൊളി പരന്നേ
നാമമിറങ്ങി ഇറയവനാമലെ മഹിയമിറങ്ങി ഇരുജലമേൽ മലക്കുകളാനവങ്ങൾ പാലിലൊളി പരന്നേ അൽവറാം റസൂലേ അലികഹബ്ബി കരിഞ്ഞൊരു നൂറേ തിന്നബി തിങ്കൽ ഹബീബേ അൽബിനികൈന്തോരേ Oh
എഴുന്നെഞ്ചിൽ താളം നബിയുള്ള ലോകം വാഴും സ്വല്ലല്ലാഹ്. എഴുന്നെഞ്ചിൽ താളം നബിയുള്ള ലോകം വാഴും സ്വല്ലല്ലാഹ്. ഹാദിയാസീനെ നബിയോട് ഹമീമേ ഹാദിയാസീനെ നബിയോട് ഹമീമേ എന്നും എന്നും കൽവിൽ ഒളി വീശും നബിയല്ലേ എന്നും എന്നും കൽവിൽ ഒളി വീശും നബിയല്ലേ.